ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ കുർബാനയെ അറിയാം, അനുഭവിക്കാം എന്ന യൂട്യൂബ് പഠന പരമ്പരയുടെ 10ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. അനാഫൊറയുടെ തുടർച്ചയാണിത്. ആശംസാ പ്രാർത്ഥന അല്ലെങ്കിൽ സംഭാഷണ പ്രാർത്ഥന അല്ലെങ്കിൽ ഭാഷണ കാനോന. സംഭാഷണ രൂപത്തിലുള്ള പ്രാർത്ഥന ദൈവജനത്തെ ബലിയിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കുവാൻ പ്രേരിപ്പിക്കുന്നു. കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എന്ന വിശുദ്ധ പൗലോസ്ലീഹായുടെ പ്രാർത്ഥന ആശംസ പരിശുദ്ധ ത്രിത്വത്തിന്റെ സാന്നിധ്യവും കൃപയും അനുഭവമാക്കി തരുന്നു. തുടർന്ന് സ്വർഗീയ മേഖലയിലേക്ക് ചിന്തയും മനസ്സും ഉയർത്താൻ കാർമികൻ ആഹ്വാനം ഇപ്രകാരം ചെയ്യുന്നു: നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതങ്ങളിലേക്ക് ഉയരട്ടെ. പിതാവായ ദൈവത്തിന്റെ വലത്തുവശത്ത് ഉപവിഷ്ടനായിരിക്കുന്ന മിശിഹായിലേക്ക് നമ്മുടെ ഹൃദയങ്ങൾ ഉയർത്തുവാനാണ് ഈ ആഹ്വാനം. അവിടെ പിതാവായ ദൈവത്തെയും പുത്രനായ ദൈവത്തെയും പരിശുദ്ധാത്മാവായ ദൈവത്തെയും നമുക്ക് കാണാം. അതിന് മറുപടിയായി സമൂഹം എന്ന പ്രാർത്ഥന വഴി പഴയ നിയമ പുതിയ നിയമ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്നു. പ്രാർത്ഥിക്കുന്നവൻ്റെ മനസ്സ് എപ്പോഴും സ്വർഗത്തിൻ്റെ ചിന്തകൾ കൊണ്ട് നിറയണം. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് ഇവരെല്ലാം ദൈവത്തിൻ്റെ വലിയ കരുണ അനുഭവിച്ചു. അബ്രഹാം ദൈവത്തിൻ്റെ സന്നിധിയിൽ മകനെ ബലിയർപ്പിക്കാൻ തയ്യാറായി. അത് ഈശോയുടെ ബലിയുടെ പ്രതിരൂപമാണ്. തുടർന്ന് കാർമികൻ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. ഈ പ്രാർത്ഥനയിൽ പിതാവായ ദൈവത്തിന് അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയുടെ ബലി സ്വഭാവം പ്രകടമാകുന്നു. യോഹന്നാൻ സുവിശേഷകൻ ഈശോയെ അവതരിപ്പിക്കുന്നത് പെസഹ കുഞ്ഞാട് ആയിട്ടാണ്. പെസഹ കുഞ്ഞാട് കൊല്ലപ്പെടുന്ന അതേ സമയത്ത് തന്നെയാണ് ഈശോയും കൊല്ലപ്പെടുന്നത്. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ലോകം മുഴുവനും വേണ്ടിയാണ് പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നത്. ഈ പ്രാർത്ഥന ഗാനരൂപത്തിൽ ഇപ്രകാരമാണ്. കാർമികൻ ചൊല്ലുന്നു: മിശിഹ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. സമൂഹം ഒന്നായി ആമേൻ. കാർമികൻ കൈകൾ ഉയർത്തിക്കൊണ്ട് ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. സമൂഹം പൂർവ്വപിതാവാം അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ, രാജാവേ നിൻ സന്നിധിയിൽ. കാർമികൻ അഖില ചരാചര കർത്താവാം ദൈവത്തിന് ബലിയർപ്പിപ്പൂ. സമൂഹം ന്യായവുമാണത് യുക്തവുമാം, ന്യായവുമാണത് യുക്തവുമാം. 2ാം പ്രണാമ ജപവൃത്തം അല്ലെങ്കിൽ ഗഹാന്ത. കർത്താവെ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധിയിലും എന്നാരംഭിക്കുന്ന രഹസ്യ പ്രാർത്ഥനയോടെ 2ാം ഗഹാന്ത ആരംഭിക്കുന്നു. പരിശുദ്ധമായ ബലിയർപ്പണത്തിന് ചേരാത്ത എല്ലാ തിന്മകളിലും നിന്ന് മനസ്സിനെ വിമുക്തമാക്കി ഈ തിരുക്കർമ്മം പ്രത്യാശയോടെ അർപ്പിക്കുവാനുള്ള ആത്മവിശുദ്ധീകരണത്തിനായി ഇവിടെ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നു തുടങ്ങുന്ന 2ാം ഗഹാന്ത പ്രാർത്ഥനയിൽ സ്വർഗവാസികളോടും അഗ്നിമയന്മാരോടും അരൂപികളോടും ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൃഷ്ടജാലങ്ങളെ പ്രതി ദൈവത്തിന് നന്ദി പറയുന്നു. ഈ പ്രാർത്ഥന നമുക്കൊന്ന് ശ്രവിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. തുടർന്ന് കാർമികൻ ബലിപീഠം ചുംബിക്കുന്നു. അനന്തരം കൈകൾ ഉയർത്തി പരിശുദ്ധ ഗീതം അഥവാ ഓശാന ഗീതം ആലപിക്കുന്നു. കൈകൾ ഉയർത്തുമ്പോൾ സ്വർഗവാസികളോട് കൂടി ചേരാനുള്ള ആഗ്രഹം പുരോഹിതൻ പ്രകടിപ്പിക്കുന്നു. ഈ ഗീതത്തിൽ സ്വർഗീയ വൃന്ദങ്ങളോട് ചേർന്ന് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഏശയ്യായുടെ ദർശനത്തിലെ ശ്രാപ്യന്മാരുടെ സ്തുതിഗീതം ഏശയ്യ 6:3. യോഹന്നാൻ്റെ വെളിപാടിലെ സ്വർഗീയ ദർശനം വെളിപാട് 4:8.
ഈശോയുടെ ജെറുസലേം പ്രവേശനത്തിൽ ജനം ആർത്തു വിളിച്ച ഓശാന, മത്തായി 21:9 എന്നീ വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങൾ ചേർത്ത് രൂപം കൊടുത്ത സുന്ദരമായ സ്തുതി ഗീതമാണ് വിശുദ്ധ കുർബാനയിൽ ജനം ആലപിക്കുന്ന ഓശാന ഗീതം. ഒന്നായി ഉച്ചസ്വരത്തിൽ അവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ഗാനാലാപനത്തിന് പകരമുള്ള പ്രാർത്ഥന ഇപ്രകാരമാണ്: ബലവാനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അവിടുത്തെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഓശാന. ദാവീദിൻ്റെ പുത്രന് ഓശാന. കർത്താവിൻ്റെ നാമത്തിൽ വന്നവനും വരാനിരിക്കുന്നവനുമായവൻ അനുഗ്രഹീതനാകുന്നു. ഉന്നതങ്ങളിൽ ഓശാന. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഓർത്തുകൊണ്ടാണ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധൻ എന്ന മാലാഖമാരുടെ സ്തുതിപ്പും ഓശാന എന്ന മനുഷ്യരുടെ സ്തുതിപ്പും ഒന്നായി തീരുന്ന വേളയാണ് പരിശുദ്ധൻ എന്ന കീർത്തനം. അതായത് സ്വർഗവും ഭൂമിയും ദൈവത്തെ സ്തുതിക്കാനായി ഒന്നായി തീരുകയാണ്. വെളിപാട് പുസ്തകം 4:8 വചനങ്ങൾ പ്രകാരം വന്നവനും വരാനിരിക്കുന്നവനുമായവൻ എന്നതിൽ വന്നവൻ എന്നത് ഈശോയുടെ മനുഷ്യാവതാരവും വരാനിരിക്കുന്നവൻ എന്നത് യുഗാന്ത്യത്തിലെ അവൻ്റെ 2ാമത്തെ ആഗമനവുമാണ്. 10ാം എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. 11ാം എപ്പിസോഡ് അടുത്ത ദിവസം കാണാം. ആമേൻ.